ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിക്ക് ശേഷം ആരാകണം ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന വിഷയത്തിൽ ദി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഥവാ മോഡൻ ഇവർ നടത്തിയ സർവേയിൽ പുറത്തു വന്ന വിവരങ്ങൾ ഒരുപാടുണ്ട്. സർവേയിൽ നരേന്ദ്രമോദിക്ക് ശേഷം ആരാകണം പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് 26.8% ആളുകൾ അമിത്ഷായെ തിരഞ്ഞെടുത്തു. എന്നാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ 25.3% ആളുകൾ തെരഞ്ഞെടുത്തതായിട്ട് അമിത്ഷായുടെ തൊട്ടു പിന്നാലെ അദ്ദേഹവും സ്ഥാനം പിടിക്കുന്നു. സർവേയിൽ ഇവര് തമ്മിലുള്ള മത്സരം ഇപ്പോഴും ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ നില: നിതിൻ ഗഡ്കരി 14.6%, രാജ്നാഥ് സിംഗ് 5.5%, ശിവരാജ് സിംഗ് 3.2%. നാളിതുവരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് സർവേയിൽ പങ്കെടുത്ത 50.70% ആളുകളും നരേന്ദ്രമോദിക്കാണ് വോട്ട് നൽകിയത്. 13.6% ആളുകൾ മൻമോഹൻ സിംഗിനും 11.8% ആളുകൾ അടൽ ബിഹാരി വാജ്പേയിക്കും 10.3% ആളുകൾ ഇന്ദിരാഗാന്ധിക്കുമാണ് വോട്ട് നൽകിയത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും പാർട്ടികൾക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ നില എന്ന ചോദ്യത്തിന് ബി.ജെ.പി 281 സീറ്റുകളും കോൺഗ്രസ് 78 സീറ്റുകളും നേടും എന്നാണ് ആളുകൾ വിലയിരുത്തിയത്. അടുത്തിടെ നടന്ന ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി തെരഞ്ഞെടുപ്പുകളിലെ ബി.ജെ.പിയുടെ വിജയം ഇന്ത്യ മുന്നണിയെ ആകമാനം ഉലച്ചിട്ടുമുണ്ടെന്ന് ജനങ്ങൾ തന്നെ നിഗമനത്തിലെത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിയെ ഇപ്പോൾ ഫ്രാൻസും അമേരിക്കയും ഒക്കെ ഏത് രൂപത്തിലാണ് സ്വീകരിച്ചത് എന്ന് കണ്ടവരാണ് നമ്മൾ. നരേന്ദ്രമോദിയെ ശ്രീ ട്രംപ് പറഞ്ഞത് ലോക നേതാവ് എന്നായിരുന്നു. അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞാൻ ഇല്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. മധ്യസ്ഥ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. ഇന്ത്യയെ വിജയങ്ങളിലേക്ക്, പുരോഗതിയിലേക്ക്, വളർച്ചയിലേക്ക് കുതിപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ശ്രീ ട്രംപാണ്. ട്രംപിന്റെ വാക്കുകൾ ലോകം ഉറ്റുനോക്കുമ്പോൾ ഒരാൾ പോലും ഇതേവരെ എതിരഭിപ്രായവുമായി രംഗത്ത് വന്നിട്ടുമില്ല. മോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് അമേരിക്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് അമേരിക്കയിൽ ഒരുക്കിയിരുന്നത്. അദ്ദേഹം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത് മുതലുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയും. അതായത് ഗംഭീരമായ ഒരു സ്വീകരണം. ഇനിയിപ്പോ റഷ്യയിലായിക്കോട്ടെ, ഫ്രാൻസിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, മോദി എത്തുമ്പോൾ മോദിക്ക് ഒരുക്കുന്ന സ്വീകരണം എന്ന് പറയുന്നത് അത് കുറച്ച് ഡിഫറന്റ് തന്നെയാണ്. എന്ന് മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച കൂടി ഇതിനോടകം യുഎസിൽ നടന്നിരിക്കുകയാണ്. അതായത് നരേന്ദ്രമോദിയെ നേരിട്ട് കാണാനായിട്ട് എത്തിയവരുടെ കൂട്ടത്തില് തുളസി ഗബ്ബാർഡ് ഉണ്ട് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. യുഎസിന്റെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ആയിട്ടുള്ള തുളസി ഗബ്ബാർഡ്, നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ഏറെ സംസാരിച്ച ആളാണ് തുളസി ശരിക്കും ഒരു അമേരിക്കക്കാരി തന്നെയാണ്. പേര് കേൾക്കുമ്പോൾ ഇന്ത്യൻ പേര് പോലെ നമുക്ക് തോന്നും. അവരുടെ മാതാപിതാക്കൾ ഹിന്ദുമത വിശ്വാസം സ്വീകരിച്ചതുകൊണ്ട് തുളസിയും ഹിന്ദുമത വിശ്വാസമാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഹിന്ദുമത വിശ്വാസം സ്വീകരിച്ച ഒരുപാട് പേര് ലോകത്തുണ്ടാവും. പക്ഷെ ഇവരെന്തുകൊണ്ട് ഡിഫറെന്റ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിലടക്കം ക്രിസ്ത്യൻസിനും ഹിന്ദുക്കൾക്കും എതിരെ നടന്നിട്ടുള്ള വളരെ വലിയ വംശീയ ആക്രമണങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ലോക നേതാക്കളിൽ ഒരാളാണ് തുളസി. അമേരിക്കയില് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആൾ കൂടിയാണ് തുളസി ഗബ്ബാർഡ്. സോ അവര് നേരിട്ട് നരേന്ദ്രമോദിയെ വന്ന് കാണുകയും അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ യുഎസിലെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ഇവരുടെ കീഴില് അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. സോ തുളസി ഗബ്ബാർഡ് നരേന്ദ്രമോദിയെ കാണുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടിയാണ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് യുഎസ് കൊടുക്കുന്ന പ്രാധാന്യം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം ട്രംപുമായിട്ട് വളരെ ഡയറക്റ്റ് ട്രംപിനെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ്. ഒപ്പം ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അമേരിക്കയുടെ ഒരു താല്പര്യം കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഇതുവരെയും ട്രംപിനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അതനുസരിച്ച് അതിനുശേഷമായിരിക്കും അദ്ദേഹം പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക. ഇന്ത്യൻ വംശജരെ അദ്ദേഹം കാണുന്നുണ്ട്. ധാരാളം ആളുകളാണ് നരേന്ദ്രമോദിയെ കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. ചുവന്ന പരവതാനി വിരിച്ച് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്ക വരവേറ്റിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെയും അമേരിക്കയുടെയും പതാകകൾ എത്തിക്കൊണ്ട് സൈനികരും അവിടെ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഗംഭീരമായ സ്വീകരണം കേട്ടോ. പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു പ്രതികൂലമായ കാലാവസ്ഥയിലും ഗംഭീരമായ ഒരു സ്വീകരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിരിക്കുകയാണ് അമേരിക്ക. ഇനി ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനമാണ്. തീർച്ചയായിട്ടും നരേന്ദ്രമോദി വലിയ പദ്ധതികളുമായിട്ട് തന്നെയാണ് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്. വരുന്ന 4 വർഷം എങ്ങനെ മാക്സിമം ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാമെന്ന് തന്നെയായിരിക്കും മോദിയുടെ മനസ്സിൽ. കാരണം ട്രംപ് ഇരിക്കുന്ന 4 വർഷം നമുക്കറിയാം, ഗുണവും ദോഷവും ഉണ്ട്. പക്ഷെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും ട്രംപിന്റെ ഒരു പീരീഡില്. ട്രംപിന്റെ കർക്കശപരമായ ചില നിലപാടുകൾ നമുക്ക് ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാക്കിയാലും അതിനെയൊക്കെക്കാൾ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് മോദിയുടെ ലക്ഷ്യം. നേരത്തെ നരേന്ദ്രമോദി JD വാൻസും അദ്ദേഹത്തിന്റെ ഫാമിലിയും കണ്ടിരുന്നു. കാരണം JD വാൻസ് എന്ന് പറയുന്നത് US വൈസ് പ്രസിഡന്റ് ആണ്.
അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് ഉഷ വാൻസ്, അത് നമ്മുടെ ഇന്ത്യക്കാരിയാണ്, ഇന്ത്യൻ വംശജയാണ്. സോ അവരെയും അദ്ദേഹം കണ്ടിരുന്നു. അപ്പോ തീർച്ചയായിട്ടും നരേന്ദ്രമോദി നമ്മുടെ ആ ഒരു കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്ന രീതി നോക്കൂ. അതായത് നമ്മുടെ സോഫ്റ്റ് പവർ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇന്ത്യൻ കൾച്ചറും സംസ്കാരവും ഇന്ത്യയുടെ സ്വാധീനത്തിനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നതിന്റെ സൂചനയാണ് ഇപ്പൊ JD വാൻസിനെയും കുടുംബത്തെയും കാണുന്നതാണെങ്കിലും. ഇപ്പോ ഇന്ത്യക്കാരെവിടെ ചെന്നിരുന്നാലും ശരി, അവർക്ക് നല്ല രൂപത്തിൽ ഒരു പരിഗണന ലഭിക്കുന്നു. ഖത്തറില് കടലിൽ കപ്പൽ ജീവനക്കാരായിട്ടുള്ള 5 പേരെ ഖത്തറിൽ പിടിക്കപ്പെടുന്നു. അവർ ഇന്ത്യയിൽ നിന്നുള്ള ചാരന്മാരാണ് എന്ന് മുദ്രകുത്തി അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഖത്തർ. ഉടനെ തന്നെ നരേന്ദ്രമോദി ഇടപെട്ട് പുഷ്പം പോലെ അവരെ പൊക്കിയെടുത്തുകൊണ്ട് വന്നില്ലേ. കൊലക്കയറിൽ നിന്നാണ് ഊരിയെടുത്തുകൊണ്ട് വന്നത്. കാരണം ഖത്തറിന് ഇന്ത്യയുടെ സൗഹൃദം വേണം. ഇന്ത്യയുമായി ശക്തമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇന്ന് അറബ് രാജ്യങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശിനെ പോലെ പൊട്ടത്തരങ്ങളും വിവരക്കേടുകളും ഒന്നും ഇന്ത്യ ചെയ്യില്ല. ഇന്ത്യയോട് കൈനീട്ടി അരിയും വാങ്ങിച്ച് വേവിച്ച് തിന്നിട്ട് ഇന്ത്യ പറഞ്ഞതൊന്നും കേൾക്കാതെ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുന്ന ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ട്രംപിനോട് ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ? ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളിൽ ഞങ്ങൾക്ക് പങ്കൊന്നുമില്ലെന്നും ആ വിഷയത്തിൽ ഇടപെടാൻ ഞങ്ങളില്ലെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇതുപോലെയുള്ള ചീപ്പ് കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് നേരമില്ല. ബംഗ്ലാദേശ് വിഷയം ഞാൻ നരേന്ദ്രമോദിക്ക് വിട്ടു നൽകുന്നു. അദ്ദേഹത്തിന് ഉചിതമായ എന്ത് തീരുമാനവും കൈക്കൊള്ളാം എന്ന് ട്രംപ് പറയുക. ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുമെന്ന്. കാരണം നരേന്ദ്രമോദി തെറ്റായ തീരുമാനം എടുക്കില്ല. നരേന്ദ്രമോദി എടുക്കുന്ന ബംഗ്ലാദേശിനെ സംബന്ധിക്കുന്ന എന്ത് തീരുമാനവും ഞങ്ങൾ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കും, പിന്തുണയ്ക്കും എന്ന് ട്രംപാണ് പറയുന്നത്. കാരണം അദ്ദേഹം പക്വമായിട്ടുള്ള തീരുമാനമേ കൈക്കൊള്ളൂ എന്നിവർക്ക് ഉറച്ച വിശ്വാസമുണ്ട് ട്രംപിന്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഈ വാക്കുകളാണ് വിദേശ മാധ്യമങ്ങളിൽ നിന്ന് വൈറൽ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത്. 1400 പേര് കൊല്ലപ്പെട്ട ബംഗ്ലാദേശ് കലാപത്തിന് ശേഷവും സമാധാന നോബൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനസ് ഭരിക്കുന്ന നാട്ടിൽ സമാധാനം പോയിട്ട് നിയമവാഴ്ച പോലുമില്ല. അടുത്തിടെ പുറത്തിറങ്ങിയ UN റിപ്പോർട്ടിൽ ബംഗ്ലാദേശ് അക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, അഹമ്മദിയ, മുസ്ലിങ്ങൾ എന്നിവരുടെ സ്ഥാപനങ്ങളും വീടുകളും തെരഞ്ഞുപിടിച്ച് തകർക്കുകയും അഗ്നിക്കിരയാക്കുകയും പെൺകുട്ടികളെയും സ്ത്രീകളെയും അതിക്രൂരമായി ഉപദ്രവിക്കുകയും ബലാത്കാരം ചെയ്യുകയും നെറ്റിയിൽ പൊട്ടുതൊട്ട സ്ത്രീകളെ തെരുവിൽ വളഞ്ഞിട്ട് തല്ലുകയും ചെയ്യുന്നത് ഇന്നും സാധാരണമായിട്ട് ബംഗ്ലാദേശിൽ നിലനിന്നു പോകുകയാണ്. അക്രമികളിൽ നിന്നും രക്ഷപ്പെട്ട ഇന്ത്യൻ അതിർത്തിക്ക് കഴിയുന്ന ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾ ഭീതി കാരണം ഇപ്പോഴും സ്വന്തം മണ്ണിലേക്ക് മടങ്ങുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയും സംരക്ഷണവും നൽകാൻ കഴിയാത്ത സർക്കാരിലെ അധികാരമോഹിയും വർഗീയതയുടെ പ്രതീകവുമായി മുഹമ്മദ് യൂനസ് ലോക ചരിത്രങ്ങളിൽ ഇടം പിടിക്കുകയാണ്. അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞെടുത്ത് ആക്രമിക്കുന്ന സംഘങ്ങൾ ഇപ്പോഴും അവിടെ സജീവമാണ്. ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്നും വിട്ടു നൽകണം എന്ന ഹർജിയുമായി UN പോയി തിരിച്ചടി വാങ്ങിയിട്ടും അതേ പല്ലവി ദിവസവും ആവർത്തിക്കുകയാണ് മുഹമ്മദ് യൂനസ് സർക്കാരും ജമാഅത്തെ ഇസ്ലാമിയും സൈന്യവും. ഷെയ്ഖ് ഹസീനയുടെ വിഷയം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതാണെന്നും തങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ലെന്നും ഐക്യരാഷ്ട്രസഭ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നരനായാട്ടും അക്രമങ്ങൾ നടത്തിയ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെടുകയും ചെയ്തു. അക്രമം അമർച്ച ചെയ്യാനോ അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ശ്രമിക്കാതെ തീവ്ര വർഗീയതകൾക്ക് ബംഗ്ലാദേശ് സർക്കാർ സംരക്ഷണവും ഒത്താശയും ചെയ്യുന്ന വിഷയത്തിൽ ഇന്ത്യ ഇനി ശക്തമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് വരണമെന്നാണ് പ്രതീക്ഷ. അതാണ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞത്. അത്തരമൊരു ഫ്രീ ഹാൻഡറാണ് അദ്ദേഹം. ഫ്രീ ഹാൻഡ് തന്നെയാണ് നരേന്ദ്രമോദിക്ക് ട്രംപ് നൽകിയിരിക്കുന്നത്. കാരണം നരേന്ദ്രമോദി ഫ്രീ ഹാൻഡറാണ്. അദ്ദേഹം എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അറിഞ്ഞ് തന്നെ തിരഞ്ഞെടുക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പേരെടുത്ത് പറയാനുള്ളത് നരേന്ദ്രമോദി, അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു. അവരുടെയൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു ഭരണാധികാരിയായ യോഗി ആദിത്യനാഥ് വളരുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന യോഗി ആദിത്യനാഥ് UPയെ അടിമുടി വാർത്തെടുക്കുകയായിരുന്നു. UPയെ പുതിയ ഒരു സംസ്ഥാനമാക്കി അതിന്റെ മുഖഛായ മാറ്റി, പ്രതിച്ഛായ മാറ്റി. പേരുകേട്ട തീവ്രവാദികളെയും ഭീകരവാദികളെയും തലയ്ക്ക് വില പറഞ്ഞ ക്രിമിനലുകളെയും ഒക്കെ വകവരുത്തുകയായിരുന്നു. കണ്ടെത്തിയിടത്ത് വെച്ച് കശാപ്പ് ചെയ്യുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പേടിക്കുന്ന നിയമമുണ്ടായപ്പോൾ അവർക്ക് അത്തരം തെറ്റുകൾ ചെയ്യാൻ ഒരു പ്രചോദനവും വന്നില്ല. അവർ ഭയന്നു. പെൺകുട്ടിയെ തൊട്ടവന്റെ എന്ത് ചെയ്യണമെന്നറിയാം. കുംഭമേളയിൽ കോടിക്കണക്കിന് പണം കൊണ്ടുവന്ന ആളുകൾ വീൽ ചെയറിലിരുന്നിട്ട് പിന്നെ തൊഴുത് നിലവിളിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. കയ്യുമില്ല, കാലുമില്ല, നടുവുമില്ല, ആട്ടിച്ചോട്ടച്ചു വാർക്കുകയാണ് ചെയ്തത്.
അതുപോലെയുള്ള ഒരു ഭരണാധികാരിയെ ലോകം ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? രാജ്യം സുരക്ഷിതമായിരിക്കും ആ കരങ്ങളിൽ. ഇത്തരം ഭീകരർ ആ രാജ്യത്തെ ഹൈജാക്ക് ചെയ്യില്ല എന്ന് മാത്രമല്ല, ആ രാജ്യത്തുള്ള ഓരോ പൗരനും നീതി ലഭിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ശേഷം ആര് ഇന്ത്യ ഭരിക്കുമെന്ന ചോദ്യത്തിന് യോഗി എന്ന ഒരു മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തിയെ, ഭരണാധികാരിയെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാൻ കാരണം. നന്ദി.